ഒരു ലീഡർ ആകുന്നതിന് ലോകം പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. അവൻ്റെ ഒരു ആകാര സൗന്ദര്യമുണ്ട്, അവൻ്റെ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ട്, അവൻ്റെ നാവ് വഴങ്ങുന്ന രീതിയുണ്ട്. ഇതൊക്കെ ഒരു ലോകം പറയുന്ന ലീഡറിൻ്റെ കരുത്ത്. പക്ഷെ സ്വർഗം കാണുന്നത് ഇതൊന്നുമല്ല. സ്വർഗം കാണുന്നത് എൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ കൂടെ പോയാൽ, എൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ കൂടെ സഞ്ചരിച്ചാൽ അവൻ എന്തില്ല എന്നത് ഒരു വിഷയമല്ല. അവൻ്റെ ഇല്ലായ്മയുടെ പേരിൽ ലോകം അവനെ ഒരിക്കലും വിരൽ ചൂണ്ടത്തില്ല. മോശ വിക്കനാ, പക്ഷെ വിക്കിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും തന്നെ ആരെങ്കിലും ആക്ഷേപിച്ചതായി കാണുന്നുണ്ടോ? മോശ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവിടെ മിരിയം ചോദ്യം ചെയ്തതായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് ജനം പറഞ്ഞിട്ടുണ്ട്, മോശയെ നീ ഞങ്ങളുടെ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? പക്ഷെ എപ്പോഴെങ്കിലും നീ ഇങ്ങനെ വാക്ക് പറയുന്നത് ഞങ്ങൾക്ക് അരോചകമെന്ന് നീ ജനം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കാരണം അതിനെ മൂടിയത് ദൈവസാന്നിധ്യ, അതിനെ മൂടിയ ദൈവസാന്നിധ്യ. മാനുഷികമായിട്ട് പറയാൻ 100 കുറ്റങ്ങളുള്ളപ്പോഴും അതിനെ മൂടുന്ന ഒന്നുണ്ട്, അത് തിരുസാന്നിധ്യം. ഇന്ന് രാത്രി നിങ്ങളുടെ പരിമിതികൾ, നിങ്ങളുടെ റിസോഴ്സുകൾ പലതിനകത്തും പരിമിതിയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് കൈമാറുക. അതിനെയൊക്കെ കവിയുന്ന ഒന്നുണ്ട്, അത് തിരുസാന്നിധ്യം. നിങ്ങൾ എത്ര ബലഹീനനാണോ ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ എത്ര പരിമിതി ഉള്ളവനാണോ ഇതൊന്നും വിഷയമല്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ പദ്ധതിയും ദൈവകരവും നിങ്ങളെ പിടിച്ചാൽ നിങ്ങളുടെ പരിമിതികൾ മാറിപ്പോകുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഒന്ന് പറയാമോ? എനിക്ക് സാധ്യതയല്ല വേണ്ടത്, എനിക്ക് സാന്നിധ്യമാണ് വേണ്ടത്. എനിക്ക് സാധ്യതയല്ല വേണ്ടത്, എനിക്ക് സാന്നിധ്യമാണ് വേണ്ടത്. സാധ്യതയുടെ ലോകം ഞാൻ വെറുത്തു. എനിക്ക് സാന്നിധ്യത്തിന്റെ